കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട് ക്രിക്കറ്റ് പൂൾ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പയ്യന്നൂർ 26,000 കുറവുണ്ടായിരുന്നു. ഇത്തവണ അത് 12,000 ജനങ്ങൾ കുറച്ചു തന്നു. കഴിഞ്ഞ തവണ കല്യാശ്ശേരിയിൽ 13,800 വോട്ടിന്റെ പിറകിലായിരുന്നു ഞാൻ. ഇത്തവണ അത് 1,050 ആക്കി. അതുകൊണ്ടാണ് 1,640,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പക്ഷെ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ? നിങ്ങൾക്കറിയാം, കൈവള്ളൂർ, മുനയുന്ന്, വാഴ, അതുപോലെ രാമണീശ്വരം, രാമങ്കരി, മടി പഞ്ചായത്തുകൾ വിപ്ലവ വീര്യം, ആ വീര്യത്തിന്റെ ഈറ്റിലെ രക്തസാക്ഷികളുടെ ഈ കാസർഗോഡ്. 1952 ജവഹർലാൽ നെഹ്റുവിനെ AK ഗോപാലൻ വെല്ലുവിളിച്ചതാണ്. കാസർഗോഡ് മത്സരിക്കാൻ ധൈര്യമുണ്ട്. ആ മണ്ണിൽ, ഈ വിപ്ലവ വീര്യമൂറുന്ന മണ്ണിൽ എന്റെ എതിർ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വാർഡിലും പഞ്ചായത്തിലും BJPക്ക് ഒറ്റ വോട്ടില്ല. പക്ഷെ BJPയുടെ വോട്ട് 1000കണക്കിന് വോട്ടുകൾ അവർ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, BJPയുടെ ശക്തി കേന്ദ്രം മഞ്ചേശ്വരം, അവിടെ BJPക്ക് വോട്ടില്ല, കുറവാണ്. കല്യാശ്ശേരി പാർട്ടി ഗ്രാമം, പയ്യന്നൂർ പാർട്ടി ഗ്രാമങ്ങൾ, ചീമേനി, കയ്യൂര്, രാമണീശ്വരം, ഇവിടൊക്കെ പാർട്ടി ഗ്രാമങ്ങളുണ്ടോ? അവിടൊക്കെ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വോട്ട് ചെയ്തത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ല, താമര ചിഹ്നത്തിലാണ്. പ്രധാനമന്ത്രി എന്താ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത്? 400+ കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന ഉടച്ചു വാർത്തും. ഭരണഘടനയുടെ 2 ആർട്ടിക്കിൾ ഞാൻ പറയാം. Article 14 of the Constitution, the state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ആ ഭരണഘടന ഉടച്ചു വാർക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. Article 25 of the Constitution എന്താ പറയുന്നത്? റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, അതുപോലെ തന്നെ ആ മതം പ്രചരിപ്പിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന കൊടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ടാണ് ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറയുന്നത്. അപ്പോ ഭരണഘടന അടിമുടി ഉടച്ചു വാർക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ചിഹ്നമാണ് താമര. അതിലാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കുത്താതെ താമരയിൽ കുത്തിയ മാർസിക്കുക. 2, ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ എടുത്ത് കളയും. എന്താണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ? എന്താണ് ആമുഖം? 5 കാര്യങ്ങളാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം, 5 മതേതരത്വം. ഇത് 5 എടുത്തു കളഞ്ഞാൽ പിന്നെ ഇന്ത്യ ഉണ്ടോ? നാനാത്വത്തിൽ ഏകത്വമുണ്ടോ? ബഹുസ്വരതയുണ്ടോ? ജനാധിപത്യമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം. ആ ആമുഖം എടുത്തു കളയുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ താമരയിൽ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് കിട്ടി. രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചാൽ BJP പോകുമെന്ന് പരസ്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ BJP ചിഹ്നത്തിൽ വോട്ട് കുത്തി. ഞങ്ങളൊന്നും മരിക്കുന്നവരെ പോകില്ല. നിങ്ങൾ ആലോചിക്കണം, എവിടെ നിന്നാണ് BJPക്ക് ഇത്രയും വോട്ട്? ഇന്ന് MA ബേബിയുടെ പ്രസ്താവന വായിച്ചോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തെറ്റു തിരുത്തുന്നില്ലെങ്കിൽ ബംഗാളിലെ പോലെ BJPക്കാർ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ വിഴുങ്ങും. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന വായിച്ചോ? മാർക്സിസ്റ്റുകാർക്ക് പണത്തോടുള്ള ആർത്തി വർദ്ധിച്ചിരിക്കുന്നു. മാർക്സിസ്റ്റുകാർ ആർത്തി നിർത്തലാക്കിയില്ലെങ്കിൽ പാർട്ടി നശിക്കും. ഇന്ന് പത്രം വായിച്ചില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ മന്ത്രി PSC അംഗത്തെ നിയമിക്കാൻ 62 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു. കേസ് പുറത്തു വന്നു. ഒതുക്കി തീർക്കാൻ പാർട്ടി ശ്രമിക്കുന്നു. ഇനി നിങ്ങളാരും PSC ടെസ്റ്റ് എഴുതണ്ട. കാരണം 62 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഒരുത്തൻ PSC മെമ്പർ ആകുന്നെങ്കിൽ നിങ്ങളെ ആർത്തവൻ കാശ് വാങ്ങിക്കും. അപ്പോ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം സംഭവിച്ചു. മൂല്യച്യൂതി, അപജയം. പാർട്ടി അധ്വാനിക്കുന്നവന്റെ പാർട്ടി ആയിരുന്നു ഒരു കാലത്ത്. അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി.
പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി ഇന്ന് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ആ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഈടി കണ്ടെത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കണ്ടുകെട്ടിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. തൃശൂർ കരിവണ്ണൂർ ബാങ്കിൽ അഴിമതി നിങ്ങൾ വായിച്ചില്ലേ? സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. പാർട്ടി സ്വത്ത്, നേതാക്കന്മാരുടെ സ്വത്ത് തട്ടിച്ചും വെട്ടിച്ചും അഴിമതിയിലൂടെ നേടിയെടുത്ത സ്വത്ത്. മനസ്സിലായി? അപ്പോ ദേശാഭിമാനി ഇങ്ങനെ അഴിമതിക്കെതിരെ രോമാഞ്ചം കൊള്ളുമ്പോ നേതാക്കന്മാർ അഴിമതിയിലൂടെ പണം വാരിക്കൂട്ടുന്നു. നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി ഈ നാട് മാറണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹമാണ് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അദ്ദേഹമാണ് പറഞ്ഞത് നരനും നരനും തമ്മിൽ സഹോദരി ഉദിക്കണം. അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാം ഇല്ലാതെയായി തീർന്നിടണം. പക്ഷെ ആ സമുദായത്തെ ചില ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജാതി പറഞ്ഞുപയോഗിക്കുന്നു. സ്വന്തം കീശ വീർപ്പിക്കാൻ, സ്വന്തം സ്വത്തിന്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ. ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, അത് പറയരുത് എന്ന് പറയുമ്പോൾ ജാതി മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചോദിക്കുക, പറയുക. എന്തിനാ? ശ്രീനാരായണ ഗുരുവിനെ നന്നാക്കാനല്ല, തങ്ങളുടെ ഉദരപൂർണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി, തനിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി, ധനസമാഗത്തിന് വേണ്ടി ആ പ്രത്യയശാസ്ത്രത്തെ, നാരായണ ഗുരുദേവനെ പോലുള്ള മഹാന്മാരുടെ മഹത് വചനങ്ങളെ പോലും വിറ്റ് കാശാക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തവണ പാർലമെന്റിൽ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കഴിഞ്ഞ തവണ പോകുമ്പോൾ ദുർബലമായ പ്രതിപക്ഷം 52, ശക്തമായ ഭരണപക്ഷം. ഇത്തവണ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയി. രാഹുൽ ഗാന്ധി കിടുകിട ഉറപ്പിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ. നിങ്ങൾ പ്രസംഗം കണ്ടില്ലേ? ഇന്നൊരു പ്രതിപക്ഷം ശക്തം, ഭരണപക്ഷം ദുർബലം. മോഡി ഗ്യാരണ്ടി പോയി, മോഡിയുടെ പരിവാരബന്ധം പോയി. ഇന്ന് മോഡി ഭരണഘടനയെ കെട്ടിപ്പിടിക്കുന്നു, അടുപ്പിച്ചു, ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ആക്കി. അവിടെ നിങ്ങൾ എല്ലാവരുടെയും വോട്ട് മാറി. ഇപ്പോ 400+ പോയി, 300+ പോയി, 240 ഒതുങ്ങി. ഇടത്തും വലത്തും രണ്ട് അവസരവാദികൾ, ചന്ദ്രബാബു നായിഡുവും അതുപോലെ നമ്മുടെ ബീഹാറിലെ മുഖ്യമന്ത്രിയും. എപ്പോ ഈ ഗവൺമെന്റ് താഴെ വീഴുമെന്ന് ചോദിച്ചാൽ മതി. 22-ന് ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നു. 23-ന് ബഡ്ജറ്റ്. 50,000 കോടി തന്നില്ലെങ്കിൽ, ബീഹാറിനും അതുപോലെ ആന്ധ്രയ്ക്കും തന്നില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പിന്തുണ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ പാർലമെന്റ് വളരെ പ്രക്ഷുബ്ധമാകും. ഇനി അങ്ങോട്ട് മോഡിയുടെ ദിനങ്ങൾ പ്രധാനമന്ത്രി കസേരയിൽ എണ്ണപ്പെടും. ജനാധിപത്യ വിശ്വാസികൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കും. പാർലമെന്റിൽ രണ്ടാം ഊഴത്തിനൊരു അവസരം. നിങ്ങൾ ആത്മീയ ബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്, ഒരു ഹൃദയബന്ധമുണ്ട്. അത് അറുത്തു മുറിച്ച് കളയാൻ പല ആളുകളും ശ്രമിച്ചു. ഈ ജന്മം അത് അറുത്തു മുറിച്ച് കളയാൻ ആർക്കും കഴിയില്ല. പുക്കൾ കൊടി പോകുന്ന ബന്ധം പോലെ പവിത്രമാണ് ഞാനും ജനങ്ങളുമായിട്ടുള്ള ബന്ധം. എന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടൊപ്പമാണ്. ആ ജനങ്ങൾ ഒരിക്കലും എന്നെ കൈവിടിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് 40,438 1,649,000 മാറിയത്. നിങ്ങളോട് നന്ദി രേഖപ്പെടുത്താൻ എന്റെ അക്ഷരമാലയിൽ വാക്കുകളില്ല. പക്ഷേ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം നന്ദി